എല്ലാരും അങ്ങനെ തിരിച്ചെത്തി. ഞങ്ങൾ ഇടയ്ക്ക് എന്തോ അറിഞ്ഞല്ലോ ഇന്ന് ആരും ഇല്ലെന്നൊക്കെ ടോക്സ് വന്നല്ലോ. എന്ത് പറ്റി? ഞങ്ങൾ 5 ഇയേഴ്സിന് ആരും വരുന്നില്ല. 5 ഇയേഴ്സിന്റെ പ്രോമിസ് ഒക്കെ വെച്ചിട്ട് പോയിട്ട് വെറുതെ എല്ലാം നമുക്ക് ഇങ്ങനെ കാണിക്കണ്ടേ ബ്രോ? അവസാനമായിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് എത്തിയ ആരാണ്? സർപ്രൈസ് 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 സർപ്രൈസ്. നമ്മള് 5 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഞാൻ ഇന്നലെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ല വഴി അറിയുന്നില്ല. നമ്മള് 5 ഇയേഴ്സ് ആയിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു. നമ്മൾ വ്യത്യസ്തമായിട്ട് ആരും ചെയ്യാത്തൊരു ചാലഞ്ച് ആയിരിക്കും നമ്മൾ ചെയ്യാൻ. എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ന് കുറച്ച് 5 ഇയേഴ്സ് ആയിട്ട് കാണിക്കാൻ 5 വർഷമായിട്ട് നമ്മൾ വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. ഇമ്പോർട്ടൻസ് സംഭവം അതല്ല. 5 വർഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചാനൽ തുടങ്ങിയിട്ട് 5 വർഷം. 5 വർഷം ഇങ്ങനെ എല്ലാരെയും ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇനിയും കൊണ്ടുപോകാൻ പറ്റട്ടെ. നല്ലൊരു ജേർണി ആയിരുന്നു ഈ 5 വർഷം. സത്യം. 2020 തുടങ്ങിയല്ലോ. നമ്മള് ഈ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതിനൊക്കെ കുറച്ചല്ല വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞ 5 വർഷത്തിന് ശേഷം നിൽക്കുന്നത്. പുതിയ വിജയ്ക്ക് പുതിയ ഷൂട്ട് വന്നു അവിടെ തിരക്കിൽ. അവള് ഡ്രസ്സൊക്കെ ഇട്ട് മഴ കറക്റ്റായി ഇനി തലയിൽ പോയിട്ടും ഇതിനൊരു കുറവ്. എടാ അത് ഇതടാ ഇതെവിടെ താഴെ മുട്ടിലിട്ടിരിക്കുന്നു പാന്റ്. എത്തിവിട്. ഇങ്ങനെ ഒന്നും പറയണ ഗൈസ്. നമുക്ക് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറും ഗൈസ്. അപ്പൊ 5 വർഷം ആയിട്ട് എല്ലാവരുമായിട്ട് ഫസ്റ്റ് ചേർന്ന വീട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കുക്കിംഗ്. നമ്മള് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കാൻ അറിയോ? നീ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? കേക്ക് ഉണ്ട് നമ്മുടെ. അപ്പൊ കേക്ക് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ക്രീമൊക്കെ തേച്ച് മറ്റേ സ്ട്രോബെറി ഒക്കെ വെച്ച് അതാണ് പരിപാടി. മറ്റേ പെയിന്റിംഗ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെത്തി വെച്ചിരിക്കുന്നു അവിടെ ഇവിടെ ആയിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് അതിന് ചുക്കാൻ പിടിക്കേണ്ടത്. എന്റെ ഒരു വിശ്വാസം. പറയുന്നത് ഞാൻ പറഞ്ഞത് ചുക്കാൻ പിടിക്കേണ്ടതെന്നാണ്. ഇനി പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ചുക്കാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി സംഭവം നമ്മൾ വെളിയിൽ ചെയ്യായിരുന്നു. മഴ ആയതുകൊണ്ട് നമുക്ക് അകത്ത് ചെയ്യാം. നല്ല ക്ലൈമറ്റ്. ചൂടില്ലല്ല. ചൂടുണ്ടാ? അത് മഴ പെയ്യുന്നുണ്ട്. ചൂടില്ല. വരി തുടങ്ങാം. ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുന്നു. പണിക്കാ പോകുന്നത് ലണ്ടനിലുണ്ടായിരുന്ന പുള്ളിങ്കുന്ന് മാറി തെങ്ങി ചെത്തുകാരൻ കേട്ട് ആര് വരുന്നില്ല. എന്നെ വരും. നമ്മളെ വരട്ടി വിടുമ്പോ ലാസ്റ്റ്. അപ്പൊ ഗൈസ് ആരും ഇല്ലാത്തോണ്ട് ഞങ്ങൾ 2 ടേക്ക് ഓവർ ചെയ്യാൻ. അജി എത്തിയിട്ടുണ്ട്. അജി ഞങ്ങളുടെ പേരാ നീ സജ്ജി. കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എത്ര കേക്ക് ഉണ്ട് വെച്ചു? 11 കേക്ക്. 11 കേക്കിന് നമ്മള് ഇങ്ങനെ ആക്കാൻ പോകണം. പുറത്തുനിന്നുള്ള Sorry. What? Second brother, just take it easy. What, bro? Nothing, brother. We should have to take video. Just do that. Okay, bro. We should check the video. Video? Da, I am Arab. Sorry. Did you know English? Brother, I speak a little bit English. Okay. Video today take. Come. ഞങ്ങൾ പുറത്തുനിന്ന് ലീവിന് വന്ന് For you. അത് വേറെ അഭിനയം. ഇതിന് തക്കമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു 2 പേര്. കുഴപ്പമില്ലേ? ഹോസ്പിറ്റലിൽ മട. എന്തൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്. വിളാതെ അപ്പൊ ഗൈസ് കേക്ക് എടുത്ത് വെച്ച് 2 മണിക്കൂറായി. ഇതുവരെ ആരും ഷൂട്ടിന് വന്നില്ല. നമുക്ക് തുടങ്ങാമോ? നമുക്ക് ഞാൻ ഒരു കാര്യം കൂട്ടെ. ഇവിടെ നോർമലി നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റി. 3 പേർക്ക് ആഘോഷിക്കാം. ആഘോഷിക്കുമ്പോൾ എല്ലാവരും കൂടി ആഘോഷിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നാരെന്നറിയോ? എന്റെ ഡാനി ചേച്ചനെ. എന്റെ സ്വന്തം ഡാനി ചേച്ചനെ. ഞാൻ ഒരു ക്രീം ഒന്ന് കേക്കിൽ ചെയ്യാനുള്ള ഐസ്ക്രീം എടുത്ത് നിന്റെ ടേസ്റ്റ് എങ്ങനെയാണെങ്കിൽ ഇത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. പ്രൊമോഷൻ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. ശരി ചെല്ലമ്മ. അടുത്ത ആള് വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കൂ. മുതൽ ഒന്നും വിളിക്കണ്ട.
ഓക്കെ ഗൈസ് നമ്മള് ഷാനിക്കുട്ടിനെ വിളിക്കാതിരിക്കാൻ അച്ഛാ നമുക്ക് ഈ നേരം കൊണ്ട് ബീറ്റ് ചെയ്യാമോ ഫ്രോസ്റ്റിംഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം Just beat it. പണിയുന്നുണ്ട് അടിപ്പോടെ നീ ഒരു കില്ലാടി തന്നെ എടുത്തിട്ട് അവരെ എടുക്കടാ. ഇത് കട്ട് ചെയ്യണം ഗൈസ് കറക്റ്റ് ഷേപ്പിൽ. അന്തോച്ചാൻ ഒരു കില്ലാടിയാണ് ഗൈസ്. UK skills. അങ്ങനെ തിരിച്ചു അവരെ ഉൾക്കൊള്ളോ ചെയ്തു. ഇങ്ങനെ വയ്ക്കുമ്പോ ഇതൊരു ഉദ്ഘാടനം ചെയ്തിട്ടില്ല, ഏതെങ്കിലും ചെയ്യട്ടെ. ഓ അനന്ത് ദോറ ഇംഗ്ലീഷ് കേട്ട് ലണ്ടനിൽ 6 മാസം ആച്ചില്ലേ? ഇല്ല ഓ അത് തിന്നാ മുക്കിട്ട് അതുകൂടെ ഇട്ടാ സ്മെല്ലടിക്കുന്നുണ്ട്. ക്രീമിന്റെ ഒരു സ്മെല്ലുണ്ട്. ഇതെങ്ങനെ പൊട്ടിക്കണം? ആര് പറഞ്ഞത്? അന്തോച്ചാൻ അനന്ത് ഷെഫാണോ ലണ്ടനിൽ? ഗൈസ് ഇത് അവിടെ കൊണ്ടാണ് അടിക്കേണ്ട. എല്ലാം റെഡി ആക്കി വെച്ചിട്ട് ഗൈസ് ഇനി അവിടെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്. അവന്റെ ലാസ്റ്റ് എല്ലാ നമുക്കിവിടെ നോക്കി നിന്നാ മതി. ഓ അങ്ങനെയാണോ? ഓക്കെ എന്താ അയ്യോ അതിന് നോവ് അങ്ങോട്ട് അവൻ ഇത് കഴിഞ്ഞ് നേരെ പാറമടയിൽ പാറ വെട്ടാൻ. ചെറിയ വിശപ്പേ ഉള്ളൂ. ഇത് കേക്കിന് വേണ്ടി മിക്സ് ചെയ്യാനുള്ള പഴത്തിന്റെ ടേസ്റ്റ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ടോപ്പിംഗ് ആയിട്ട് നമ്മൾ ആദ്യം പഴം ഇങ്ങനെ നോക്കണം. അത് ചെറുപഴത്തിന്റെ ഉപയോഗങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരും. പറയൂ. രണ്ടാമത് അവൻ രാവിലെ പഴം കഴിക്കാറില്ല, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ അശ്ന നമുക്ക് വേണ്ടി ബീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ നമുക്ക് പോയി നോക്കിട്ട് വരാം. വരൂ. അശ്ന വരെ തൈര് കൊടുക്കുന്നുണ്ട്. പാല് തൈരാക്കാനുള്ള ശ്രമത്തിലാന്ന് തോന്നുന്നു അശ്ന. ഇപ്പൊ എല്ലാം കൂടി തെറിച്ച് മണ്ടേ ഇരിക്കും. ഇത് വെച്ചിട്ട് എന്തൊരു ബൗൾ നോക്കുമ്പോ അടിയിൽ പാത്രം ഇല്ല. കേക്ക് കട്ട് തിന്നണമെങ്കിൽ തിന്നണം, അല്ലാതെ ആക്ഷൻ മാത്രം ഇടരുത്. മോദിധർമ്മം കേട്ടിട്ടുണ്ടോ? ഈച്ച അടിക്കുന്നതാണ്. ഒന്നില്ല. അന്ത ചമക്കുണ്ട് പറയണേ. പഴം കഴിച്ചോണ്ടോ ഒരു ചെറുപഴം കഴിക്കുമ്പോൾ നമുക്ക് നമുക്കുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ടാണ് എന്താ ചെയ് പോസ്റ്റിൽ നിൽക്കണത്. ഓ അനന്ത് എന്തിനാണ് വൈറ്റ് ഇട്ടേക്കുന്നത്? ചെറുപഴമൊക്കെ പറയാനായിട്ട് ചെറുപഴത്തിന്റെ ഉപയോഗം നീ എന്നെ പിടിക്കും. ബ്ലൂമാണോ? നിങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ അഭിപ്രായത്തിൽ ജിത്തോച്ചാനാണ് ഇപ്പൊ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യുന്നത്. best cream that you'll ever see. It will be like it's the cream from the Switzerland, you know. ബിഗ് ബാൻ എന്ന് വാങ്ങിച്ചതാണ്, സ്വിറ്റ്സർലാൻഡിലുള്ള. അങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്ന അത് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു വോളിയം കോൺസെൻട്രേഷൻ. ഇതിൽ നമുക്ക് പഞ്ചസാര ഇടണം. പഞ്ചസാര ബീറ്റ് ചെയ്തിടണം, പഞ്ചസാര പൊടിച്ചിടണം. എങ്ങനെ? എനിത്തിങ് ഫോർ ദ ഷോട്ട്. അതാണ് നമ്മുടെ പോളിസി. ഗൈസ് അങ്ങനെ നമ്മള് കേക്കിനുള്ള ക്രീം സെറ്റ് ആക്കിയിട്ടുണ്ട്. കളർ അതെ, രണ്ടോ ചാച്ചനാണ് കള്ളം. ഞാൻ ബദാം ഒഴിക്കുന്നു. ഞാൻ മാംഗോ ഒഴിക്കുന്നു. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. നാളെ എനിക്കൊരു ഇടം വരെ പോകണ്ട, ഇല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്തല്ലേ ചെക്കുമ്പോ കളറായിട്ട് വരുന്നില്ലേ? മഴക്കാലത്ത് അത് പതപ്പിച്ച് താറുള്ള നമുക്കാണെങ്കിൽ 2 കളറുണ്ട്. 2 കളറിൽ നമുക്ക് ലൈൻ ഇങ്ങനെ വെച്ച് നോക്കാം. ലൈനിടെ വെച്ച സാധനം നോക്ക്. ഇതാണ് നമ്മുടെ ലൈൻ. ഇങ്ങനെ പോവാ. ഇതിങ്ങനെ പോയാൽ ഇതെങ്ങനെ വെച്ചിട്ട് ചട്ടം പീസിന്റെ കളർ അടിക്കാം. ഇവിടെ മഞ്ഞ, അവിടെ ഓറഞ്ച്. പേപ്പർ എടുത്തിട്ട് വന്നിരിക്കുന്ന ആളവിടെ. എല്ലാരും ഇവിടെ കഷ്ടപ്പെടുന്നു. അങ്ങ് നോക്ക്.
6 ദിവസം അതിൽ 15 ദിവസം ഗെയിം കളിക്കും. ഇതിന്റെ പുറത്താടാ ക്രീം വയ്ക്കാൻ. ഓറഞ്ച് ആണോ മഞ്ഞയാണോ? ഓറഞ്ച്. ഇതിലേത് മാർക്ക്? ഈ വരെ ആ വരെ തേക്കാൻ മിടുക്കളായിട്ടുള്ള അശ്നിയാനിയാണ്. അശ്നിക തേക്കാൻ മിടുക്കളായിട്ടുള്ള അശ്നിയാനിയാണ് നമ്മളിവിടെ ക്ഷണിക്കുന്നത്. ഇന്നേ വരെ തേച്ചിട്ടില്ലാത്തതാണ് ഞങ്ങള്. ബാക്കിയല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയും. ഓ നല്ല രീതിയിൽ തേക്കുന്നുണ്ടല്ലോ. നല്ല ശീലമാണ്. പെർഫെക്റ്റ്. രക്ഷപ്പെട്ട് കിട്ടിലായിട്ട് തേക്കുന്നു. അതിന്റെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലെങ്കിൽ ഒരുവിധം പിടിച്ചു നിൽക്കാം. എക്സ്പീരിയൻസില്ല ഒരു ബന്ധമില്ലാതെ മറ്റേ നമ്മള് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ചെയ്യില്ല. 2 ക്രെഡിറ്റ് കാർഡ് ഇവിടെ നിന്ന് അവിടെ അവൾ ഇവിടെ നിന്ന് എടുക്കാതെ അവിടെ നിന്ന് മാറി മാറി ബംഗാളി പണിക്കാരൻ നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട്. മലയാളി പണിക്കാരൻ നന്നായിട്ട് ചെയ്യുന്നു. നീ എരപ്പാളെ അവിടെ അത് നമ്മൾ സഹിക്കാൻ പറ്റുന്നത് ബോയ്സ് കോഡിന് അതിൽ അപമാനമായിട്ട് നമ്മൾ കരുതാക്കണം. തന്നെ തേക്കുന്ന മൊത്തത്തില് ഈ കവറിട്ടതിന് ഉപകാരമുണ്ട്. ഇവിടെ വര വെട്ടിരിക്കുന്നതാണ്. ഇവിടെ കറക്റ്റായി, ഇത് കറക്റ്റായി. ഇത് മറ്റേ മലയിൽ അവിടെ ഷാനിന്റെ ഫസ്റ്റ് കേക്ക് അതൊരു ബ്രില്യൻ മൂവ് ആയിരുന്നു. ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയെങ്കിലും തടവേണ്. ക്രീം തേക്കുമ്പോ അതിന് പോലും അറിയരുത്. അങ്ങനെയാണ് അത് അറിയുന്നില്ല, അത് മനസ്സിലാവണം. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു സ്ഥലത്ത് തന്നെ 5-6 വട്ടം സൂപ്പർ ആയിരിക്കും. നീ ചെയ്യണം. മുട്ട അടിക്കണ ദോശ ഒഴിച്ചിട്ട് നടുക്ക് ഓട്ട രണ്ടുപേരെ കണ്ടറൊക്കെ ചെയ്ത കൗണ്ടർ കൂടുതൽ എവിടെ ചുമ്മാ കണ്ടറാക്കെങ്കിലും അടിക്കാം. കണ്ടറാക്ക് വിടാൻ മാത്രം ഇപ്പൊ ഒരു കളർഫുൾ ഒക്കെ ഉണ്ട്. നേരത്തെ പെയിന്റ് അടിക്കുന്ന കേക്ക് ഫീലൊക്കെ ഉണ്ടായിരുന്നു. ആനിയേഷനെയും തേക്കാൻ നല്ല മിടുക്കികളാണ്. എന്താണ് അമ്മ ഉദ്ദേശിക്കുന്നത്? നല്ല ക്ഷമയോടുകൂടി തേക്കുന്നത്. പ്രോത്സാഹിപ്പിച്ച ഞങ്ങൾ തുടരാം. ഇച്ചതി പെർഫെക്ഷനോട് കൂടി ഇതിന്റെ ബാക്കി കളറൊക്കെ എന്ത് ഇത് പെർഫെക്റ്റ് ആട്ടാ. പെർഫെക്റ്റ് തേച്ച് കറക്റ്റായിട്ട് പഠിച്ചു എങ്ങനെ തേക്കണോ. നീ അഭിനയിക്കാതെ തേക്കാറിനോട് പോലെ തേക്കുന്നതിന് മനസ്സിലായി. സൈഡിലൊക്കെ ഇങ്ങനെ മച്ച് നമ്മൾ ആ കളർ വരുന്നവരെ മിക്സ് ചെയ്യണം. ഏത് ഇവിടെ ചേട്ടൻ കാണിച്ചാൽ എങ്ങനെ മിക്സ് ചെയ്യണം. അച്ഛാ നമ്മളില്ലേ ഇത് നല്ല സ്മൂത്ത് ഓപ്പറേറ്റർ ആവണം. നമ്മള് സ്മൂത്ത് ഓപ്പറേറ്റർ ആവണം. എല്ലാരും കേക്ക് കട്ട് ചെയ്യും, അവന്റെ ക്രീമ കട്ട് ചെയ്ത് അതായത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വെള്ള കളർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മള് ഇത്രയും നമ്മുടെ 5 ആയപ്പോഴത്തേക്ക് ബാക്കി നമ്മുടെ ക്രീം തീർന്നു പോയി. ക്രീം ചെയ്യാൻ വേണ്ടിയിട്ട് അശ്നേച്ചി ഇവിടെ കഷ്ടപ്പെടുന്നു, കൂടെ ഐശേച്ചി. നോക്കൂ ഗൈസ്, ഇത്ര അശ്നേച്ചി ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ക്രീം തീർന്നു പോയി. ക്രീം ഇവിടെ തീർന്നപ്പോഴും കൺട്രാക്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ജിത്ത് മോൻ. ശരിയാണ് ഗൈസ്, ഞങ്ങളുടെ ഇവിടെ ഈച്ച ഉണ്ട്. അതുകൊണ്ടാണ് ജിത്തുവച്ചൻ ഇവിടെ കുത്തിയിരിക്കുന്നത്. എങ്ങനെ അതാണ് ഞാൻ അടുത്ത ഇവ ഇവിടെ കിടക്കുകയായിരുന്നു. ഇത്ര സമയം കഷ്ടപ്പെട്ട് ഓറഞ്ച് കളർ ക്രീം തേച്ചോണ്ടിരുന്നു. ഇവ കഷ്ടപ്പെടുകയും ചെയ്ത്. ഇനി നോക്കൊരാളാ വേണ്ട, അവ ഇടിച്ചിപ്പോ എന്താ വെച്ചാ എന്താണ് ഇവിടെ നമ്മൾ എന്തിനാണ് ഇന്ന് വന്നത്? ഓ വാ വാ വാ, ഇതിട്ട് കേക്ക് മാത്രം തിന്നാ അഭിനയണ്ട. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സ്റ്റാൾ ഇട്ട് കൊടുക്കുന്നു. നൂഡിൽസ് ഒക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് ഒക്കെ ചെയ്ത് അഭ്യ ജോലിക്ക് മതിയില്ല. നമുക്ക് വേറെ സ്ലാങ് സംസാരിച്ചോ. മൈൻഡ് ആണോ? എങ്ങനത്തെ സ്ലാങ്ങാണ് നമുക്ക് ഫസ്റ്റ് കൊച്ചി, കോഴിക്കോട്, ഫസ്റ്റ് തൃശ്ശൂർ. എന്തിട്ട് കടേ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഓരോ സ്ലാങ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പറയണം. റെഡിയല്ലേ? ഇതാകുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളത്ത് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ സ്ലാങ്ങിൽ തന്നെ വരണം. ഓക്കെ, ആദ്യം അബിൻ പൊഴിയൂർ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മനസ്സിലാവില്ലേടാ. എന്താണ് മനസ്സിലാകാത്തത്? നിങ്ങൾ പറയൂ. എന്തിനാവില്ലേ അശ്ന ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു മണ്ണ കുത്തി എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ടാ പറയണ നീ എന്താണ് നിനക്ക്? എന്താണ് പ്രശ്നം? എന്താണ് മലപ്പുറം, അയ്യോ 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 കാസർഗോഡ് ചങ്ങായി എന്താ ബോറാ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ?
हिंदी मेरा हिंदी दौड़ा दौड़ा मालू और कुछ केक कुक कह रहे हैं केक डेकोरेट करने के लिए हम बहुत मेहनत करें. आता होता है. ഇപ്പൊ മനസ്സിലായി എവിടെ നിന്ന് കിട്ടിയെന്ന്. Unos, dos, tres. ¡Hala Madrid! ¡Hala Madrid! ഫോക്കസ് ഓൺ ദ കേക്ക്. എടാ തറയിലിട്ടിട്ട് അവ അങ്ങോട്ട് വരച്ചേക്ക്. എടാ അതിശയാ ഇത് ഇട്ടെ ഉദ്ദേശം എന്തുവാ? ഇത് കീറിയിട്ട് അതിൽ പെയിന്റ് അടിക്കണ നീ മനസ്സിലാവുന്നില്ല. Guys, നമ്മളങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡെക്കറേഷൻ ചെയ്യണം. ഞങ്ങള് 5 വർഷമായി ഞങ്ങള് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാര്യം അങ്ങനെ അങ്ങനെ Happy Happy chatto, happy chatto, happy chatto. ഉസിർ പറക്കട്ടു. കണ്ട 5 പീസ് കറക്റ്റ്. 6 പീസ് വേണമായിരുന്നു. നമ്മളെ കൊന്നല്ലേടാ അത്. എടുക്ക എനിക്ക് വേണ്ട. സ്വന്തം ഉണ്ടാക്കിട്ട് പറയണ്ട. ക്രീമില്ലാത്ത ക്രീം ഞാൻ ഉണ്ടാക്കിയോണ്ട് അത് മാത്രം കഴിക്കുന്നില്ല, ബാക്കി എല്ലാം സേഫ് ആണ്. എത്ര കേക്കാ നിങ്ങൾ വരൂ. ഗൈസ് 5 വർഷത്തെ ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും തിരിച്ചെത്തി ഗൈസ്. തിരിച്ചെത്തി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വൈബ് 5 വർഷത്തിന്റെ ഏറ്റവും വലുത് 5 വർഷം ഇത്ര സപ്പോർട്ട് തന്ന ആർക്കാണ് അതാണ് പറയേണ്ടത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അതുപോലെ തന്നെ ഇനി ഈ സപ്പോർട്ട് ഇനി അടുത്ത 5 വർഷത്തേക്ക് വേണ്ടി ഉണ്ടാവണം. നിങ്ങൾ ഒന്ന് അഞ്ച് ശ്രമിച്ചാൽ നമുക്ക് 6 മില്യൺ ഇപ്പൊ കൈയോടടിക്കാം. $6 മില്യൺ കേക്ക് ഉണ്ടാക്കാൻ. ഒരു കേക്ക് കൂടെ വാങ്ങിച്ച് ഇവിടെ കവർ ചെയ്താൽ മതി. 6 ഇവിടെ എത്ര ഉള്ളൂ? ഇത്ര ഉണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത നിന്നതിനും എല്ലാ വീഡിയോസിനും എന്തും ഒന്നും ചോദിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന മാതാപിതാക്കളായ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലെ ഞങ്ങളുടെ ജേണിയിൽ നിങ്ങളും തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതോടുകൂടി ഞങ്ങൾ പ്രസംഗം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇവിടെ ഇത്ര വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ. நம்ம ஹீரோ எங்கடா இருக்கான்?